കറി നമ്മൾ ഗ്രേവിയിലല്ല വെക്കുന്നത്. ഈ കറി നമ്മൾ ഒലത്തിരിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ക്രാബ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് മീഡിയം ടൈപ്പ് ക്രാബാണ് എടുത്തേക്കുന്നത്. ഈ ക്രാബ് ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ട് ഒരു ക്രാബിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ക്രാബിൻ്റെ ലെഗും ഞാനിവിടെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കപ്പയാണ്. അത് 1 കിലോ ക്രാബ് എടുക്കുമ്പോൾ 1.5 കിലോ കപ്പ എടുക്കുക. കപ്പയും ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആയിട്ട് ആദ്യം ക്രാബും കപ്പയും കൂടിയിട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കറി നമ്മൾ ഒലത്തിയെടുക്കുന്നത്. അപ്പോൾ കപ്പയും ക്രാബും കൂടിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നിന്നും പകുതി വീതം ക്രാബും കപ്പയും കൂടിയിട്ട് വേവിക്കുമ്പോൾ അതിലേക്ക് വേണം. ബാക്കിയുള്ളത് കറി ഒലത്തിയെടുക്കുമ്പോൾ വേണം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഈ കപ്പയും ക്രാബും കൂട്ടിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വേണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ കറി നമ്മൾ ഒലത്തിയെടുക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എല്ലാവരും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കടുക് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, ഉണക്കമുളക് വേണം. ഈ പച്ചമുളകും ഉണക്കമുളകും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 3 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. നമുക്ക് ഏറ്റവും തന്നെ ക്രാബും കപ്പയും കൂടിയിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഈ പാത്രത്തിലേക്ക് നമുക്ക് ക്രാബ് ഇടാം. ഇതിലേക്ക് കപ്പ ചേർക്കാം, കുടംപുളി ചേർക്കാം. നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയിൽ നിന്ന് പകുതി ഇഞ്ചി ഇപ്പം ചേർക്കാം. ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് ചേർക്കാം, പകുതി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് കറി ഒലത്തുമ്പോൾ വേണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയുടെ മുകളിൽ നിറഞ്ഞു നിൽക്കണം വെള്ളം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓണാക്കാം. ഇത് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കറി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കറി നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഈ കപ്പയും ക്രാബും വെന്തിട്ടുണ്ട്. കപ്പയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ പോലെ എടുക്കരുത്. ചെറുതായിട്ടൊരു കുഴമ്പ് പരുവത്തിലായിരിക്കണം ഇത് നമ്മൾ ഒലത്തിയെടുക്കുമ്പോൾ വേണ്ടത്. നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ ഈ കറിയില ഈ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. വെള്ളം മുഴുവനും വറ്റണ്ട, ഇതേപോലെ കുറച്ച് വെള്ളം വേണം. ഇനി ഇതിനകത്ത് നമുക്ക് കുടംപുളി എടുത്തിട്ട് മാറ്റാം. നമ്മൾ ഒലത്തിയെടുക്കുമ്പോൾ കുടംപുളി ചേർക്കണ്ട. ഇപ്പോൾ ഈ കറിയിലേക്ക് കുടംപുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി നമുക്ക് ഒലത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് പാത്രം നമുക്ക് മാറ്റി വയ്ക്കാം. ഈ കറി ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് കറി ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പലപ്പോഴും ചെറുതാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഉണക്കമുളക് വെളിച്ചെണ്ണയിൽ കിടന്നാൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളി ചേർക്കാം, ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. ഈ
ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിയണം. ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലാണ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാണ് കുരുമുളക് ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ കുരുമുളകും മുളക് പൊടിയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മൾ വേവിച്ച് വെച്ചേക്കണം കപ്പയും ക്രാബും ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഗരം മസാല നമ്മൾ ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മുഴുവനും ചേർക്കണ്ട. ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ക്രാബ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രാബിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഒലത്തിയെടുക്കുക. അല്ലെങ്കിൽ കപ്പ നമുക്ക് ഇങ്ങനെ ഉടയ്ക്കാണ്ട് നമുക്കിങ്ങനെ ഒലത്തിയെടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ കപ്പയുടെയും ക്രാബിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഈ കറി നമ്മൾ ഒലത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലിരിക്കണം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകരുത്. അപ്പോൾ നമ്മുടെ ക്രാബ് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് പകർത്താം. ഇപ്പോൾ ക്രാബ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഈ കറി ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്.